ആദ്യം അദ്ദേഹം തടയേണ്ട വോട്ട് LDF സ്ഥാനാർത്ഥിയുടെ വോട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോട്ടുമാണ്. LDF സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല. അദ്ദേഹം ശരിക്കും തിരുവല്ലാമലക്കാരനാണ്. തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ പറ്റും. അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുകയാണ്. ഏറ്റവും അവസാനം LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് വ്യാജ വോട്ടാണ്. ആദ്യം CPM ജില്ലാ സെക്രട്ടറി പോയി ഇദ്ദേഹത്തെയും ഭാര്യയും തടയുക. ഇത് ഇലക്ഷൻ്റെ അകത്തൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ നോക്കേണ്ടത് BLOമാരാണ്. ഇവിടെ ഇല്ലാത്തവരുടെ ആരുടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വം ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് ഉത്തരവാദി. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി P. സരിൻ. തന്റെയും ഭാര്യയുടെയും വോട്ട് വ്യാജമാണെന്ന് തെളിയിക്കാനാണ് വെല്ലുവിളി. ഏത് വ്യാജരേഖ ഉപയോഗിച്ചാണ് വോട്ട് ചേർത്തതെന്നും പ്രതിപക്ഷ നേതാവ് തെളിയിക്കണമെന്നാണ് ആവശ്യം. പ്രതിപക്ഷ നേതാവിന് സമനില നഷ്ടപ്പെട്ടതായും ആരോപണം ആവർത്തിച്ചാൽ പരാതി നൽകുമെന്നും സരിൻ പറഞ്ഞു. വ്യാജനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസ് ഇവിടെ അവതരിപ്പിച്ച് UDFന്റെ മേൽവിലാസത്തിൽ മത്സരിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വ്യാജനാണെന്ന് ഇന്നലെ 10% വോട്ട് വയനാട്ടിൽ കുറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കാടിളക്കി പ്രചരണം നടത്തിയിട്ട് പോലും സ്വന്തം വോട്ടുകളെ ബൂത്തിലെത്തിക്കാൻ പരാജയപ്പെട്ടു പോയ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ അധിപനായിട്ടുള്ള മനുഷ്യന് സമനില നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല പാലക്കാട് അസംബ്ലിയിൽ വോട്ട് ചേർക്കേണ്ടത് എന്നുള്ള മിനിമം ബോധം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഇനി പ്രതിപക്ഷ നേതാവിന്റെ സർട്ടിഫിക്കറ്റും കൂടി വേണമായിരുന്നു ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എനിക്കറിയില്ല. എന്തായാലും പറവൂർ അങ്ങനെയാണോ വോട്ടർമാരുടെ പേര് ചേർക്കുന്നതെന്ന് എനിക്കറിയില്ല. പറവൂരിലെ വ്യാജന്മാരുടെ എണ്ണം 2026 പ്രതിപക്ഷ നേതാവിന് മനസ്സിലാവും. സ്വന്തം വ്യാജ സ്ഥാനാർത്ഥിയെ പാലക്കാട് തോൽപ്പിക്കുമ്പോൾ കയ്യിലുള്ള പ്രതിപക്ഷ നേതാവ് സ്ഥാനവും പോവും. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി. 2021 എടുത്ത ഒരു തീരുമാനം അമ്പേ പരാജയപ്പെട്ടു പോയി എന്നും കോൺഗ്രസിന്റെ ശാപമായി അത് ഇത്രയും കാലം മനസ്സിലാക്കാൻ പറ്റാത്ത പോയ ചില സത്യങ്ങൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ആരോപണത്തിനെതിരെ പരാതി നൽകുമോ? തീർച്ചയായിട്ടും. അദ്ദേഹം ഇനി ഇത് ആവർത്തിച്ചാൽ അദ്ദേഹത്തിന് ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്ന് തെളിയിക്കണം, ഞാൻ ഏത് വ്യാജരേഖ ഉപയോഗിച്ചാണ് ഇവിടെ എൻ്റെ വോട്ട് ചേർത്തത് എന്ന് അദ്ദേഹം തെളിയിക്കണം. വായ തോന്നി ഇത് വിളിച്ചു പറയുന്ന സ്ഥാനത്തിൻ്റെ പേരല്ല പ്രതിപക്ഷ നേതാവ്. കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ 1 ലക്ഷം വോട്ട് എങ്ങനെയാണ് ഭൂരിപക്ഷത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയുടെ കുറയാതിരിക്കുക എന്നെങ്കിലും നോക്കാമായിരുന്നു. അഷ്കർ കരിമയുടെ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ VD സതീശൻ CPMന്റെ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ വ്യാജ വോട്ടപ്പട്ടികയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒറ്റപ്പാലത്തും വോട്ടപ്പട്ടികയിലുണ്ടായിരുന്നു, ഇപ്പോൾ പാലക്കാടും വോട്ടപ്പട്ടികയിൽ എത്തിയിരിക്കുന്നു സരിൻ എന്നുള്ളതാണ്. എന്താണ് VD സതീശന്റെ ആരോപണം? സ്മൃതി, VD സതീശൻ ഉന്നയിക്കുന്ന ആരോപണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഒറ്റപ്പാലം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവല്ലാമല സ്വദേശിയായ സരിന് അവിടെയായിരുന്നു വോട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് തിരുവല്ലാമലയിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് വന്നു. അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ വോട്ട് ചേർത്തു. അതിനുശേഷം ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഉറപ്പായതോടെ പിന്നീട് പാലക്കാട് വന്നും വാടക വീടെടുത്ത് ഇവിടെ ഒരു വോട്ട് ചേർക്കുകയായിരുന്നു. പക്ഷേ നിയമപ്രകാരം ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് 6 മാസമായി സ്ഥിരം താമസിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അവിടുത്തെ 6 കാലത്തോളം അവിടുത്തെ സ്ഥിര താമസക്കാരൻ ആയാൽ മാത്രമേ അവിടെ വോട്ട് ചേർക്കാനാവൂ. എന്നാൽ സരിൻ ഇവിടെ അത്രകാലം സ്ഥിര താമസക്കാരനല്ല. അതുകൊണ്ട് സരിൻ ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ്. സരിനും സരിൻ്റെ ഭാര്യയുടെയും വോട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനമായി ചേർത്തിരിക്കുന്ന 2 വോട്ടുകൾ എന്ന് പറയുന്നത് സരിൻ്റെയും സരിൻ്റെ ഭാര്യയുടെയുമാണ്. ഈ 2 വോട്ടുകളും വ്യാജമാണ് എന്നുള്ള ആരോപണമാണ് VD സതീശൻ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി നേരത്തെ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അത് ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അധികമായി ചേർത്ത വോട്ടുകൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് തടയുമെന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം. അങ്ങനെയെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി ആദ്യം തടയേണ്ട വോട്ടുകൾ സരിൻ്റേതും സരിൻ്റെ ഭാര്യയുടേതുമാണ് എന്നാണ് VD സതീശൻ ഉന്നയിക്കുന്നത്. അതിനോടൊപ്പം ഇത്തരത്തിൽ വോട്ടർമാരെ, അതായത് വോട്ടർ ലിസ്റ്റിലുള്ള വോട്ടർമാരുടെ വോട്ട് തടയുമെന്ന CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. കാരണം വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേടുകളുടെ ഉത്തരവാദി
റവന്യൂ വകുപ്പും സർക്കാരുമാണ്. റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള BLOമാരാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടിക പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നത്. അതിൽ ക്രമക്കേട് നടത്തിയ BLOമാർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളെയും ഇനി തടയാൻ അനുവദിക്കില്ല. അങ്ങനെ തടയുമെന്ന് പറയുന്നത് നിയമലംഘനമാണെന്നും അതിന് പേരിൽ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നുമാണ് VD സതീശൻ ആരോപിക്കുന്നത്. എന്തായാലും ഈ വോട്ടർ പട്ടിക വിവാദം അത് ക്രമക്കേട് വിവാദം ചൂട് പിടിച്ചതോടെ തന്നെ CPMന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അടക്കം ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ വോട്ട് പോലും വ്യാജമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം. സ്മൃതി. ശരി, അഷ്കർ അലി കരിമ്പിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.